തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന ഘട്ടം ആരംഭിക്കുന്ന സമയത്ത് BJP പ്രഖ്യാപിച്ചത് 350+ എന്നായിരുന്നു അവരുടെ സീറ്റിൻ്റെ ലക്ഷ്യം. പിന്നീട് അത് 370+ എന്നായി. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ടോപ്പ് ഗിയറിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന എല്ലാ റാലികളിലും അദ്ദേഹം പറയുന്നത് 400+ എന്നാണ്. ഈ 400+ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്തുള്ളവരും BJPക്കാരുമൊക്കെ അല്പം നെറ്റി ചുളിച്ചു പോവുകയാണ്. 400 സാധ്യമോ എന്നുള്ളത്. കാരണം കണക്കുകൾ ശരിയാണ് എങ്കിൽ 400 എത്തുക അസാധ്യമാണ്. അതത്ര ഈസിയായി നേടിയെടുക്കാൻ കഴിയുന്ന കാര്യവുമല്ല. പഴയ കണക്കുകളിൽ നിന്നും പുതിയ കണക്കിലേക്ക് എത്തുമ്പോഴും അധികമൊന്നും സീറ്റുകൾ എങ്ങൊന്നും വരാനില്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ മോദി 400 തികച്ച് ഭരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെ സംഭവിക്കും എന്ന് തന്നെ നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ BJPക്ക് തനിച്ച് ലഭിച്ചത് 303 സീറ്റാണ്. NDAക്കുൾപ്പെടെ ഘടകകക്ഷികൾ 350-അടുത്തേക്ക് വരുന്നു. ഇത്തവണ BJP തന്നെ പറയുന്നു അവർക്ക് 370 സീറ്റ് ഇല്ലെങ്കിൽ 400 സീറ്റ് എന്ന്. BJP 370 സീറ്റ് പിടിച്ചാൽ സ്വാഭാവികമായി അവരുടെ ഘടകകക്ഷികൾ കൂടി ചേരുമ്പോൾ 400 സീറ്റിലേക്ക് എത്തുമായിരിക്കാം. പക്ഷേ BJP 300 സീറ്റ് എവിടെ നിന്ന് നേടും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് 2019 അവർ നേടാവുന്നതിൻ്റെ മാക്സിമം എല്ലാ സംസ്ഥാനത്തു നിന്നും നേടിക്കഴിഞ്ഞു. അതിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ തൂത്തുവാരുകയായിരുന്നു. ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് പോലും ലഭിച്ചില്ല. പക്ഷേ ഇവിടെ ചില സാധ്യതകൾ തുറന്നു കിടക്കുന്നു. അതിൽ ഒരു സീറ്റ് മുതൽ 10-15 സീറ്റ് വരെ ലഭിക്കാവുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അവിടേക്ക് കണ്ണും നട്ടാണ് BJPയുടെ ഇരിപ്പ്. ഏതായാലും നമുക്ക് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ BJPക്ക് തനിച്ച് ലഭിച്ചത് 62, അവരുടെ സഖ്യകക്ഷിയായ അപ്നാദളിന് 2 സീറ്റ് ലഭിച്ചു. അങ്ങനെ 64 സീറ്റാണ് അവർക്ക് ലഭിച്ചത്. ഈ സഖ്യകക്ഷികളുടെ സീറ്റ് മാറ്റി നിർത്തിയാൽ 62 സീറ്റാണ് 2019 ഉത്തർപ്രദേശിൽ ലഭിച്ചതെങ്കിൽ ഇത്തവണ ആ സീറ്റിൻ്റെ നില വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിൽ അവർക്കും അവരുടെ സഖ്യകക്ഷികൾക്കും കൂടി 15 സീറ്റ് വർദ്ധിച്ചാൽ അത് 77 സീറ്റായി മാറും. അവിടെ തന്നെ അവർക്ക് 15 സീറ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ BJPക്കുള്ള ഈ 303 എന്ന് പറയുന്ന ആ സീറ്റുകൾ അതിൽ ഒരെണ്ണം പോലും കുറയാതിരിക്കുകയും അതിനോട് അഡീഷണലായി ഉത്തർപ്രദേശിൽ നിന്ന് 15 കൂടി ലഭിച്ചാൽ 15 എന്ന് പറയുമ്പോൾ അവർ സഖ്യകക്ഷികൾ കൂടി വരും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ BJPക്ക് അവിടെ 1-2 സീറ്റുകൾ സഖ്യകക്ഷികളുടെ കുറച്ചാലും 13 സീറ്റ് വരികയാണെങ്കിൽ ഈ പറയുന്ന 303-ഉം 13 കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് 316 സീറ്റിലേക്ക് അവർ എത്തുകയാണ്. അവിടെ നിന്ന് വീണ്ടും പ്രയാണം ആരംഭിക്കണം 370ലേക്ക്. പിന്നെ അവർക്ക് പ്രതീക്ഷയുള്ളത് ആസാമാണ്. ആസാമിൽ അവർക്ക് കഴിഞ്ഞ തവണ 9 സീറ്റ് ലഭിച്ചു. ഇത്തവണ ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് 14 നേടുമെന്ന് പറഞ്ഞാൽ പോലും ഒരു 3 സീറ്റ് നമുക്ക് അധികമായി അവിടെ കൂട്ടാൻ കഴിയുകയുള്ളൂ. പിന്നീട് നമ്മൾ പോകുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ അവർക്ക് കഴിഞ്ഞ തവണ 8 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണ ഒരുപക്ഷേ അത് 12-13 ആയാലും അത്ഭുതപ്പെടാനില്ല. മറ്റൊന്ന് പശ്ചിമ ബംഗാളാണ് BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്നത്. കാരണം അവിടെ 42 സീറ്റുകളാണുള്ളത്. BJP കഴിഞ്ഞ തവണ 18 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തവണ അത് 5 സീറ്റെങ്കിലും വർദ്ധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെയൊക്കെ നോക്കിയാൽ പോലും 270 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ അവർ സഖ്യകക്ഷികളെ കൂട്ടിക്കൊണ്ട് 400 എത്തിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. അതിനായി അവർ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. അതായത് ഒരു വലിയ സുനാമിയിൽ ഒരു വലിയ തരംഗമുണ്ടാകണം. മുൻപ് രാജീവ് ഗാന്ധിയുടെ കാലത്തെ 414 എന്ന റെക്കോർഡിലേക്ക് കോൺഗ്രസ് പോയത് ഇന്ദിരാഗാന്ധിയുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ ഇന്ത്യൻ ജനത കൈപ്പത്തി കോട്ട് ചെയ്തതുകൊണ്ടായിരുന്നു. ഇത്തവണ അതുപോലെ ഒരു വലിയ തരംഗം മോദിക്ക് അനുകൂലമായി വരണം. എല്ലാവരും പറയുന്നു മോദി അധികാരത്തിലെത്തുമെന്ന്. BJP അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമേയില്ല. പക്ഷേ 400 എന്ന സീറ്റ് കടക്കുമോ എന്നുള്ളതിൽ വലിയ തർക്കവും വലിയ സന്ദേഹവും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ദക്ഷിണേന്ത്യയുടെ പ്രാധാന്യം എടുത്തു പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നൊക്കെ BJPക്ക് വട്ടപൂജ്യമാണ്. ഇവിടെ നിന്നൊക്കെ സീറ്റ് നേടിയേ BJPക്ക് മതിയാകുള്ളൂ. പക്ഷേ ആന്ധ്രയിൽ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന അവിടെ TDPയും ജനസേനയുമായി ചേർന്ന് BJP നടത്തുന്ന പുതിയ സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ 15 സീറ്റ് അവിടെ നിന്നും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൂടി പെറുക്കിയെടുത്താലും 400-നടുത്ത് എത്തില്ല. പിന്നെ എങ്ങനെയാകും മോദി 400 തികച്ച് ഭരിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. BJPയെ സംബന്ധിച്ച് വളരെ ലളിതമായ ഉത്തരവും. കാരണം ഈ BJPക്കും INDA മുന്നണിക്കുമൊക്കെ പുറത്തു നിൽക്കുന്ന ചില കക്ഷികളുണ്ട്. അതിലൊന്ന് BJD ആണ്. ബിജു ജനതാദളുണ്ട്, DMK ഉണ്ട്, ശിരോമണി അകാലിദളുണ്ട്, ശരത് പവാറിൻ്റെ NCP ഉണ്ട്, ഉദ്ധവ് താക്കറയുടെ ശിവസേനയുണ്ട്, ഇനി എങ്ങും തൊടാതെ നിൽക്കുന്ന YSR കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ പിളർത്താനും തളർത്താനും കൂടെ കൂട്ടാനും അനവധി ചെറുകക്ഷികൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. അവരെല്ലാം കൂടിച്ചേരുമ്പോൾ 400-ന് മുകളിലേക്ക് NDA സഖ്യം വളരുക തന്നെ ചെയ്യും. ഇവിടെയാണ് ഈ കണക്കിലെ കളികൾ കാത്തിരിക്കുന്നത്. ഇതുതന്നെയാണ് പ്രതിപക്ഷം ഭയക്കുന്നത്. പ്രതിപക്ഷം ഭയക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ഈ കോൺഗ്രസിനെയോ ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെയോ ഇല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ പോലുള്ള പാർട്ടികളെ നെടുകയോ കുറുകയോ
പിളർത്തിയേക്കാം. ആ ഒരു ഭയം ആ പാർട്ടികളെ അലട്ടുന്നുണ്ട്. അതല്ലാതെ തന്നെ ഈ ചെറുകക്ഷികളെ കൂട്ടത്തിലാക്കാൻ BJPക്ക് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് 400 എന്നവർ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. വോട്ടെണ്ണുമ്പോൾ ഒരുപക്ഷെ 400 തികഞ്ഞില്ലെങ്കിലും മോദി അധികാരത്തിലേറുമ്പോഴേക്കും പല ചെറുകക്ഷികളും പിന്തുണയുമായി എത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. അത് തന്നെയാണ് 400+ എന്നുള്ള അവരുടെ മുദ്രാവാക്യത്തിൻ്റെ ഒരു ബലവും കരുത്തും. ഇത് തന്നെയാണ് ഇന്നത്തെ ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.